ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. കടയിൽ നിന്ന് മേടിച്ച പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. ഇത് പച്ചരി വെച്ചിട്ട് പൊടിച്ച പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ചേർക്കുന്നുണ്ട്. പുട്ടുപൊടി പൊടിക്കുന്ന സമയത്ത് പുഴുങ്ങലരിയും പച്ചരിയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെങ്കിൽ ചോറിൻ്റെ ആവശ്യം വരുന്നില്ല. പച്ചരി കൊണ്ട് പൊടിച്ച പൊടിയാണെങ്കിൽ ചോറ് ചേർക്കണം. അപ്പോൾ ഇവിടെ 1/2 കപ്പ് ചോറാണ് ചേർത്തത്. 2 കപ്പ് പുട്ടുപൊടിക്ക് 1/2 കപ്പ് ചോറ്, അതേപോലെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 6 ചെറിയുള്ളി. ഇത് ഇത്രയും കൂടിയിട്ടാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. കുറച്ച് വെള്ളം കൂടി വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ള കൊണ്ടാണ് ഇതുപോലെ പാത്രത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കുന്നത്. 1 കപ്പൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നേരിട്ട് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി. 2 കപ്പ് പൊടി നമ്മൾ ചേർത്ത് അരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2.5 മുതൽ 2.25 കപ്പ് വെള്ളം വേണ്ടി വരും നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസാക്കി അരയ്ക്കരുത്, നമ്മൾ സാധാരണ ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ രാത്രി തന്നെ ഇതുപോലെ മാവ് അരച്ച് വെച്ചാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാക്സിമം 8 മണിക്കൂറെങ്കിലും മാവ് നല്ലപോലെ പുളിച്ച് കിട്ടണം, എന്നാലേ റെഡി ആവുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല, അങ്ങനെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ മാവ് നല്ലപോലെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ മാവ് നല്ലപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാടങ്ങ് പൊന്തി കിട്ടുമെന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ മാവ് നല്ലപോലെ പുളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ല, നല്ലപോലെ തന്നെ മാവ് ഫെർമെൻ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട, ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണിത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിന് പറ്റിയ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാം. ഒരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു സവാള വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തതാണ്, അത് ചേർക്കാം. കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കാം. പിന്നെ 4 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 വിസിൽ വെച്ച് കുക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളി കൂടുതൽ ചേർക്കരുത്, ഒരു ചെറിയ തക്കാളി തന്നെ മതി. അപ്പോൾ ഇത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചതിന് ശേഷം കറി ഉണ്ടാക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് വേണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. മാത്രമല്ല ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്താലാണ് ടേസ്റ്റ്. അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർത്താലും മതി. അരച്ച് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്താലാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ഉണ്ട്, കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇല്ലാത്ത കാരണം ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതി, നമ്മുടെ കറി റെഡി ആയിരിക്കും. അപ്പോൾ ഇത് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടും ഈ ഒരു കറി ഉണ്ടാക്കാം. ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം, അതുപോലെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം.
അല്ലാതെ തന്നെ വെറും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലായാലും മതി. രണ്ടിലും നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് അങ്ങ് പരത്തി എടുക്കണ്ട. പരത്തിയതിന് ശേഷം തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഹോൾസൊക്കെ വിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ലപോലെ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് മാത്രമേ വേവിച്ചെടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ലപോലെ പാൻ ചൂടായിരിക്കണം. അതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക. ഇരുമ്പിൻ്റെ കല്ലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം കുറച്ച് ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. നോൺ സ്റ്റിക്കിലാകുമ്പോൾ ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ പുട്ടുപൊടി വെച്ചിട്ടോ അരിപ്പൊടി വെച്ചിട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം, അതുപോലെ ഈ ഒരു കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൂരിക്കും അതുപോലെ അപ്പത്തിനൊക്കെ നല്ലൊരു സൈഡായിരിക്കും ഈ ഒരു കറി. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.